ഗുരുവായൂരിനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള നവയുഗ ഗുരുവായൂർ വിഷൻ 2026-30 പദ്ധതിയുടെ ഭാഗമായി 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സമഗ്ര ബജറ്റ് അവതരിപ്പിച്ചു. 132,62,9,452 രൂപയുടെ വരവും 103,33,42,000 രൂപയുടെ ചെലവും 34,28,67,452 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KK ജ്യോതിരാജാണ് അവതരിപ്പിച്ചത്. പവിത്രമായ മണ്ണിൽ ജനങ്ങളുടെ ബദലുകളുടെ പുതിയ വികസന രേഖ വിഷൻ 2030 നവയുഗ ഗുരുവായൂർ സമർപ്പിക്കാൻ സാധ്യതയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇത് കേവലം അക്കങ്ങളുടെ സമാഹാരമല്ല, മറിച്ച് സാധാരണക്കാരന്റെ വിയർപ്പിനും പ്രതീക്ഷകൾക്കും കരുത്തുപകരുന്ന രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. വികസനത്തിന്റെ നിറവിൽ പുതുമാതൃകകൾ സൃഷ്ടിക്കുന്ന പദ്ധതികളോടെയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് ഭരണസമിതി വ്യക്തമാക്കി. ബസ് സ്റ്റാൻഡ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കും. തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ആകാശക്കാഴ്ചകൾ ഒരുക്കുന്നതിനൊപ്പം അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഹെലിപാഡ് നിർമ്മാണം ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം സർക്യൂട്ടുമായി ബന്ധിപ്പിച്ച് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് ബയോ പാർക്ക് നവീകരിക്കുകയും ഗുരുവായൂർ പെല്ലറ്റ് വളം വിപണിയിൽ എത്തുകയും ചെയ്യും. പട്ടികജാതി ക്ഷേമത്തിനായി 2 കോടി രൂപ പ്രത്യേകമായി വകയെത്തി. സ്നേഹതീരം, പകൽ വീടുകൾ, വയോജനോത്സവം തുടങ്ങിയ പദ്ധതികളോടെ മാതൃകാപരമായ വയോജന നയം നടപ്പാക്കും. ഭിന്നശേഷിക്കാർക്കായി അതിജീവനം പദ്ധതി, ഗുരുതര രോഗികൾക്ക് പിന്തുണ നൽകാൻ ജീവനസ്പർശം, വനിതകൾക്കായി പിങ്ക് ഓട്ടോ, പ്രത്യേക ജിം, പുണ്യശ്രീ, സുരക്ഷാ സഖി പദ്ധതികൾ എന്നിവ നടപ്പിലാക്കും. സ്കൂളുകളെ സ്മാർട്ടാക്കുന്ന അക്ഷരമുറ്റം പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആത്മീയ പൈതൃകത്തെയും ആധുനിക നഗരവികസനത്തെയും സമന്വയിപ്പിച്ച് നവയുഗ ഗുരുവായൂർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഭരണസമിതി അറിയിച്ചു. ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബജറ്റ് യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റിനെതിരെ പ്രതിഷേധിച്ചു. 21-ാം തീയതി നടന്ന യോഗത്തെ തുടർന്നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് ഭരണപക്ഷം പറയുമ്പോൾ അങ്ങനെയൊരു യോഗം നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. ചൊവ്വാഴ്ചയാണ് യോഗം നടന്നതെന്നും 8 പേർ അടങ്ങുന്ന യോഗത്തിൽ 4 പേർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും യോഗം പിരിച്ചുവിടുകയുമാണ് ഉണ്ടായതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും പ്രതിപക്ഷാംഗങ്ങളായ ജോയ് ചെറിയാൻ, ബഷീർ പൂക്കോട്, ആൻഡോ തോമസ്, ജലീൽ വീട്ടിൽ, നൌഷാദ് അഹമ്മു എന്നിവർ ആരോപിച്ചു. അംഗീകാരമില്ലാത്തൊരു ബഡ്ജറ്റിന് എങ്ങനെയാണ് ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതൊന്ന് ക്ലിയർ ചെയ്ത് തന്നെ നിയമകുറിച്ച് ഒന്ന് പറഞ്ഞു തരേണ്ടതുണ്ട്. 2, ഇന്നത്തെ യോഗം വളരെ കൃത്യമായി ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട നമുക്ക് തന്നിട്ടില്ല. എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. ഞാൻ ചെയർമാൻ അജണ്ട നോക്കണം, അജണ്ടയിൽ സെക്രട്ടറി കൂടി നോക്കിയാൽ നല്ലത്. അതിന് വിവരണത്തില് ഈ 26-27 വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റും 21/2/2026 ധനകാര്യ സ്ഥിര സമിതി അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടന്നിട്ടില്ല. അങ്ങനത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഈ അജണ്ട വെച്ചതുമില്ല. അതാണ് ഇന്നത്തെ യോഗത്തിന്റെ അജണ്ടയിൽ നമുക്ക് തന്നിട്ടുള്ള കുറിപ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ബഡ്ജറ്റ് ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കാൻ ഒരു നിയമസാധ്യത ഇല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉന്നയിക്കും.